നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അനന്യകർമ്മദൈവം ഹി ജാഗർത്തി സ്വപതാമപി. ഏതായി ദൈവം പല പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തിൽ സമസ്ത വസ്തുക്കളിലും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ അവസ്ഥയിൽ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം അനേക ജന്മങ്ങളിലൂടെ ചെയ്തു പോന്നതായ കർമ്മങ്ങളുടെ കർമ്മബന്ധനം തന്നെ. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്ക് ഫലം തരുന്നത് നാം ചെയ്ത കർമ്മങ്ങളാണ്. അനേക ജന്മങ്ങളിൽ, ലക്ഷോപലക്ഷം ജന്മങ്ങളിൽ നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. ഈ കർമ്മബന്ധനത്തെക്കുറിച്ചെല്ലാം എത്ര വിശദമായിട്ട് ഗീതയിലെ അധ്യായങ്ങളിൽ നാം കേൾക്കുന്നു. അങ്ങനെ നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മുടെ വിധിയായി, അതിനെയാണ് വിധി എന്ന് പറയുക. ആകാശത്ത് എവിടെയെങ്കിലും ഒരു ദൈവം ഇരുന്നുകൊണ്ട് നീ അങ്ങനെയാകട്ടെ, നീ ഇങ്ങനെയാകട്ടെ എന്ന് ആരിലും ആജ്ഞ പുറപ്പെടുവിക്കുന്നില്ല. ആ ദൈവം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. നാം തന്നെയാണ് ആ ദൈവം, നിർഗുണ നിരാകാര ബ്രഹ്മം. ആ ദൈവത്തിൻ്റെതായ ശക്തിയെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നാം തന്നെ ദൈവമായി തീരും. യഥാർത്ഥത്തിൽ നാം ദൈവം തന്നെയാണ്. അതറിയുന്നില്ലെന്ന് മാത്രം. ഞാൻ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നാം ഇങ്ങനെ കോലാഹലം കൂട്ടി നടക്കുന്നു. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്നറിയുമ്പോൾ നാം നമ്മുടെ ഈശ്വരീയതയെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ നാം കർമ്മബന്ധനങ്ങൾക്ക് അതീതരായി തീരുന്നു. ആ പരമമായിരിക്കുന്ന ചൈതന്യത്തെ നാം അറിയാത്തിടത്തോളം കാലം, അതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം, ഈ ശാരീരിക ശേഷിക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് അഹങ്കരിക്കുവോളം കാലം നമുക്ക് ഒരിക്കലും ആ കർമ്മബന്ധനങ്ങളുടെ ബാധ്യതയിൽ നിന്നിട്ട് മുക്തനാകാനാവില്ല. ഇത്തരം അഹങ്കാരം നിറഞ്ഞതായ സങ്കല്പത്തോടുകൂടി അനേക ജന്മങ്ങളിലൂടെ ഏതെല്ലാം പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു, നല്ലത് ചെയ്തിട്ടുണ്ട്, ചീത്തയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ വകുപ്പില് അങ്ങനെ പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങൾക്ക് സഞ്ചിത കർമ്മം എന്ന് പറയും. ആ കർമ്മങ്ങളിൽ നിന്നിട്ട് ഈ ശരീരം സ്വീകരിക്കുമ്പോൾ കുറെ എണ്ണം നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കുറെ കർമ്മങ്ങൾ എടുത്തുകൊണ്ടാ വരിക. അതിന് പ്രാരബ്ധം എന്ന് പേര്. അതിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട് പാവക്കൂത്തിലെ പാവകളെ പോലെ ആടുന്നവരാണ് നമ്മളെല്ലാവരും. കർണൻ യാഥാർത്ഥ്യം അപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ട് ദുര്യോധനോട് പറയാണ്, പാവക്കൂത്തിലെ പാവകൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ എന്ത് സ്വാതന്ത്ര്യമുള്ളത്? ഒരു സ്വാതന്ത്ര്യവുമില്ല. അങ്ങനെ നാം പാവകൾ മാത്രമാണ്. നാം ചെയ്തിട്ടുള്ളതായ കർമ്മങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് നാം എന്തൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഫലം തരുന്നത് ആ കർമ്മ ബാധ്യതകളാണ് എന്നറിയണം. അതാണ് ദൈവം. അതിന്റെ ആകത്തുകയാണ് ദൈവം. ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മശക്തി ഈ കർമ്മബാധ്യതകളിൽ കൂടി പ്രതിഫലിച്ചിട്ട് അതിന്റെ അനുഭവത്തെ നമുക്ക് പകർന്നു തരുന്നു. അതാണ് ആ ദൈവത്തിന്റെ കരുത്ത്. നാം ഉറങ്ങുമ്പോഴും ജാഗർത്തി സ്വപതാമപി, ഉറങ്ങുന്ന അവസരത്തിൽ പോലും ദൈവം ഉറങ്ങുന്നില്ല. നമ്മുടെ കർമ്മബന്ധനങ്ങൾ ഉറങ്ങുന്നില്ല. അത് ഉണർന്നു തന്നെ ഇരിക്കുന്നു. അത് അതിൻ്റെതായ വഴിയില്
വേണ്ടുന്ന പ്രകാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലോകത്തില് ആർക്കും സാധ്യമല്ല എന്നറിഞ്ഞുകൊള്ളുക. ഏറെ ദൂരമൊന്നും പോകണ്ട, ലോകചരിത്രം മാത്രം ശ്രദ്ധയോടുകൂടി മറിച്ചു നോക്കിയാൽ മതി. ആ ലോകചരിത്രം മുഴുവൻ ഈ ഒറ്റ വാക്യത്തിനകത്ത് നിൽപ്പുണ്ട്. അത് നമ്മോട് ഈ വാക്യത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചു പറഞ്ഞു തരും. അല്ലയോ ദുര്യോധന, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ബഹൂനി തവ സൈന്യാനി യോധാശ്ച ബഹവസ്തവ ന തഥാ പാണ്ഡുപുത്രാണാം ഏവം യുദ്ധമവർത്തത. യുദ്ധം തുടങ്ങുന്ന അവസരത്തിൽ നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു? പാണ്ഡവന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? നമുക്ക് ഏറ്റവും വലിയ സൈന്യം 11 അക്ഷൗഹിണികൾ. ഈ ലോകം കണ്ടിട്ടുള്ള അതിപ്രഗത്ഭന്മാരായിരുന്ന യോദ്ധാക്കളുടെ വലിയൊരു നിരയാണ് നമുക്കുള്ളത്. ഇതായിരുന്നല്ലോ നമ്മുടെ അവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും ഉറപ്പിക്കും കൗരവന്മാരെ ജയിക്കൂ, പാണ്ഡവന്മാര് തോക്കും. കാരണം 7 അക്ഷൗഹിണികളേ ഉള്ളൂ. ഇവിടെ 11 അക്ഷൗഹിണികൾ. പിന്നെയോ പാണ്ഡവപക്ഷത്ത് കൃഷ്ണന് യുദ്ധം ചെയ്യില്ല. മറ്റുള്ളവരുടെ കാര്യം നോക്കുക. ഭീഷ്മന് തുല്യനായിട്ട് ആരുണ്ട്? ദ്രോണന് തുല്യനായിട്ട് ആരുണ്ട്? അങ്ങനെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എടുത്തു പറയാവുന്നത് അർജുനനും ഭീമനും സാത്യകി. ബാക്കിയെല്ലാം അടുത്ത തലത്തിലുള്ളതാണ്. ഇവര് 3 പേര് അവിടെ. ഇവിടെയാകട്ടെ ആ 3 പേർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഭീഷ്മൻ. ലോകത്തിൽ ദേവാസുരന്മാര് ഒരുമിച്ച് കൂടിയാൽ പോലും ഭീഷ്മന് മറുപടി പറയാൻ പറ്റൂല. അദ്ദേഹം സ്വമേധയാ പിൻവാങ്ങിക്കൊടുത്തതാണ്. താൻ ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്ത് പിൻവാങ്ങിക്കൊടുത്തു. പിന്നെയോ ദ്രോണൻ, കൃപൻ, ശല്യൻ, അശ്വത്ഥാമാവ്, വികർണൻ, ഇങ്ങനെ പോകുന്നു. ജയദ്രഥൻ, ഇങ്ങനെ അനേകം പേര് ഒന്നാം കിടക്കാര് അണിനിരന്നു നിൽക്കുന്നു. അപ്പോ നമ്മുടെ സൈന്യം യുദ്ധം തുടങ്ങുമ്പോഴേക്കും ഏത് പ്രകാരത്തിലായിരുന്നു? പാണ്ഡവ സൈന്യം ഏത് പ്രകാരത്തിലായിരുന്നു? നീ ഒന്ന് ഓർത്തു നോക്ക്. നമ്മളല്ലേ ജയിക്കേണ്ടത്. പക്ഷെ എന്താ സംഭവിച്ചത്? തൈരൽപൈർബഹവോ യൂയം ക്ഷയം നീതാ പ്രഹാരിണ. അല്പമേ ഉള്ളൂ മറുവശത്ത്. യോദ്ധാക്കളുടെ എണ്ണമായാലും അതേപോലെ തന്നെ അതിരഥികളുടെ എണ്ണമായാലും വളരെ ചെറുതായ സൈന്യം, എണ്ണത്തിൽ കുറവ്. പക്ഷെ അവരെന്ത് ചെയ്തു? ഈ കൗരവപ്പടയെ മുഴുവൻ, നിങ്ങളെ മുഴുവൻ തകർത്ത് കളഞ്ഞില്ലേ? ഇത്ര വലിയ സൈന്യത്തെയും ഇത്ര വലിയ വീരന്മാരെയും മുഴുവൻ തകർത്തെറിഞ്ഞില്ലേ? അർജുനൻ ഒരാളല്ലേ നമ്മളെ എല്ലാവരെയും കൂടി തോൽപ്പിച്ച് തകർത്തുകൊണ്ട് സിന്ധു രാജാവിനെ കൊന്നുകളഞ്ഞത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് അനുഭവിച്ചതല്ലേ അർജുനന്റെ ആ യുദ്ധ വീരതയുടെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തതായ പ്രഭാവം. ഇതിനെല്ലാം കാരണം ഈശ്വരനാണ് എന്നറിയണം, വിധിയാണ് എന്നറിയണം. ഈ വിധി നമ്മുടെ തന്നെ കർമ്മഫലമാണ് എന്നറിയണം. ശങ്കേ ദൈവസ്യ തത് കർമ്മ പൗരുഷം യേന നാശിതം. ഇങ്ങനെ നമ്മുടെ സൈന്യത്തെ മുഴുവൻ മറുവശത്തുള്ള ചെറിയ സൈന്യം തകർത്തെറിഞ്ഞത് യഥാർത്ഥത്തില് വിധിയുടെ വിളയാട്ടമാണ്, ഈശ്വരന്റെ വിളയാട്ടമാണ്, ദൈവത്തിന്റെ വിളയാട്ടമാണ്. നമ്മൾ തന്നെ പല ജന്മങ്ങളിലൂടെ ചെയ്തു വച്ചിരിക്കുന്ന കർമ്മഫലങ്ങളുടെ വിളയാട്ടമാണ്. ഈ ജന്മത്തിൽ തന്നെ നാം ചെയ്ത ആ ദുഷ്കർമ്മ ഫലങ്ങളുടെ വിളയാട്ടമാണ്. കർണൻ സത്യം മുഴുവൻ ദുര്യോധനോട് പറഞ്ഞു. ഇതെല്ലാം ദ്രോണൻ ദുര്യോധനോട് വേറൊരു പ്രകാരത്തിൽ പറഞ്ഞു കേൾപ്പിച്ചതാണ്. ദ്രോണൻ പറയാതുള്ള കുറേയേറെ കാര്യങ്ങളുടെ കർണൻ ദുര്യോധനെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും പാണ്ഡവന്മാരുടെ പട ഇരച്ചു കയറി വരുന്നു. കൗരവന്മാരുടെ സൈന്യത്തെ ചിതറിച്ചുകൊണ്ട് രാത്രിയാണ്.
രാത്രിയിൽ യുദ്ധം നടക്കുകയാണ്. അതുവരെയുള്ള ദിനങ്ങളിലൊന്നിലും രാത്രി യുദ്ധം നടന്നില്ല, അത് കഴിഞ്ഞും നടന്നില്ല. അന്ന് രണ്ടു കൂട്ടരും കടുത്ത മത്സരത്തിലാണ്. ആ യുദ്ധം തകർത്ത് നടക്കുമ്പോൾ പാണ്ഡവന്മാര് അവരുടെ സൈന്യം കൗരവന്മാരെ തകർക്കുന്നു. അവർ ഇരച്ചു കയറി വരുന്നു. അവരെ പ്രതിരോധിക്കണം. ആർക്ക് പ്രതിരോധിക്കാനാകും? ഛിന്ന ഭിന്നമായി പോകുന്ന കൗരവ സൈന്യത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തിയിട്ട് പാണ്ഡവന്മാരെ മുഴുവൻ തോൽപ്പിക്കണം, തകർക്കണം. ദുര്യോധനന്റെ മുന്നിൽ നിന്ന് കർണൻ ദുര്യോധനോട് പറഞ്ഞിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ പാഞ്ഞു പോവുകയാണ്. കാരണം കൗരവ പടയ്ക്ക് വിനാശം സംഭവിക്കരുത്, ഇല്ലെങ്കിൽ അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ യുദ്ധം തീരും. എല്ലാ കൗരവന്മാരുടെയും കഥ കഴിക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർണൻ അവിടെ നിന്ന് പാഞ്ഞു പോകുന്നു. ഇത് കഴിഞ്ഞ നടന്ന യുദ്ധത്തിലാണ് കർണന് വീണ്ടും ഒരു വലിയ അമളി പറ്റിയത്. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ശൂലം നഷ്ടപ്പെട്ടു. തന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ശൂലം എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നു ഘടോൽക്കജന്റെ നേരെ. അങ്ങനെ അർജുനന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു വെച്ചിരുന്ന ആ വേല്, അത് തനിക്ക് ജീവിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് നഷ്ടപ്പെട്ടു. അത് തുടർന്ന് നടന്ന സംഭവം, രാത്രി യുദ്ധത്തിലെ സംഭവം. ഇവിടെ നാം കണ്ടത് അടിക്കടി പരാജയം ഉണ്ടാകാൻ കൗരവന്മാർക്ക് കാരണം അത് നാം നേരിട്ട് കാണുന്നു. എന്ന് മാത്രമല്ല, ആ പരാജയം സംഭവിക്കുമ്പോഴേക്കും ദുര്യോധനന്റെ പാരുഷ്യം, ആസുരി ബുദ്ധികൾക്ക് അങ്ങനെയാണ്, അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവച. അങ്ങനെ ആ പാരുഷ്യം, തന്റെ ഗുരുവിനോട് പോലും കയർക്കുന്ന പാരുഷ്യം, തന്റെ ഏറ്റവും ഉത്തമ സുഹൃത്തിനോട് പോലും കയർക്കുന്ന പാരുഷ്യം, അത് നമ്മൾ നേരിട്ട് ഇവിടെ കാണുകയാണ്.